അങ്ങനെ വടശ്ശേരി ദാമോദര മേനോൻ മകൻ വി ഡി സതീശന്റെ വക ആദ്യത്തെ വെടിവഴിപാട് ദാ പൊട്ടിയിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്ക്. നിൽമ കേരളം കണികണ്ടുണരുന്ന നന്മ വി ഡി സതീശന്റെ പൂക്കി വീഡിയോയിലാണ് പുതിയ പരസ്യം. പൂക്കി വീഡിയോയും വൈബും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നെഞ്ചത്തടിക്കുന്ന ഒരു വാർത്ത കൂടി പറയാം. നിൽമ പാൽ വില വർധന നാളെ മുതൽ നടപ്പായേക്കും. 1-2 അല്ല, ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് 56 രൂപയാക്കാനാണ് തീരുമാനം. പൂക്കി വീഡിയോ സുഖല്ലേ റാഫിയാൻക്ക്? ഇന്ന് പൊട്ടുമിക്ക സഖാക്കളും വീഡിയോ ഇതാണ്. മിൽമ പാലിന് വില കൂട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് അതിന്റെ വേറെ വാർത്തയിലൊന്ന് കണ്ടുനോക്കാം. 3 രൂപ 33 പൈസ ലഭിക്കുന്ന രീതിയിലാണ് പുതിയ വർധന. അതാണ് അതിനകത്ത് ഒരു ആശ്വാസം. ഇതോടെ മിൽമ പുറത്തിറക്കുന്ന പാലിതര ഉൽപ്പന്നങ്ങൾക്കും ആനുപാതികമായി വില കൂടും. വില വർധനയ്ക്കുള്ള അംഗീകാരം സർക്കാർ മാർച്ചിൽ നൽകിയിരുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനും ശേഷം വില വർദ്ധിപ്പിക്കാനാണ് അന്ന് തീരുമാനിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വില വർധന ഉണ്ടായിരിക്കുന്നത്. പുതിയ സർക്കാരല്ല കേട്ടോ വില വർദ്ധിപ്പിച്ചത്. MG പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങൾ. ഇതാണ് ഇപ്പോൾ മിൽമ പാലിന് വില കൂട്ടിയെന്ന് പറഞ്ഞിട്ട് സഖാക്കളിൽ നിന്ന് ചെയ്യുന്ന വീഡിയോസുകൾ. 3 മാസം മുമ്പ് അനുമതി കൊടുത്തിട്ടുണ്ട് എന്നാണത്. വില കൂട്ടാനില്ലേ അനുമതി കൊടുത്തിട്ടുണ്ട്. ഇലക്ഷന് കഴിഞ്ഞ ശേഷം വില കൂട്ടാന്നുള്ളത് തീരുമാനമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ അത് എല്ലാവരും വിചാരിച്ചത് ഇവർ കൂട്ടിയതാണെന്നില്ല. അപ്പോൾ അത് ഓല തന്നെ ചെയ്ത് വെക്കുക, എന്നിട്ട് ഓല തന്നെ അടിച്ചിറക്കുക. റാഫി, എനിക്ക് നിന്നോട് പറയില്ല, നമ്മളെ വീഡിയോസൊക്കെ ചില ആളുകളൊക്കെ കണ്ടത് മനസ്സിലേറ്റുന്ന ആളുകളുണ്ട്. കുറച്ചെങ്കിലുമൊക്കെ ഒരു സത്യസന്ധത പുലർത്താൻ നോക്കുക നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ. ഒരപേക്ഷയാണ്, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. നമ്മൾ ഇനി ഒരു 10 വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടാവും ഒരു ദിവസം. അതിൽ എന്തെങ്കിലുമൊക്കെ ഒന്നിനും സത്യത പോയിട്ട് ഇന്നിപ്പോൾ എൻ്റെ വീഡിയോ നിൻ്റെ കണ്ടു, മറ്റേ പ്രതിജ്ഞൻ്റെ അത് ഞാൻ നല്ലൊരു വീഡിയോസ് തന്നെ ചെയ്തിട്ടില്ല. മറ്റുള്ളതൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിട്ട് സമൂഹത്തിൻ്റെ അടിയിലേക്ക് ഒരു സത്യസന്ധമായിട്ടുള്ള മെസ്സേജ് കൊടുക്കുക. എന്നിട്ടൊരു അഭിപ്രായം എനിക്കുണ്ട്, എനിക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഒഴിവാക്കാം. ഞാൻ പറഞ്ഞതുകൊണ്ട് ഇന്നിപ്പോൾ ഒരുപാട് സഖാക്കന്മാരുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട് ട്രോളായിട്ടും മറ്റേതായിട്ടും മുഖ്യമന്ത്രിൻ്റെ മറ്റേ സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചെയ്യുന്നവരുണ്ട്. ചെയ്യുന്നവർക്ക് ചെയ്യാനൊന്നും വിഷയമുള്ള കാര്യമില്ല. കാരണം ഞാനൊന്നും കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതിൻ്റെ തെളിവുകൾ ഓരോന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ കുറച്ചെങ്കിലൊക്കെ സത്യസന്ധത നമ്മൾ പുലർത്താൻ നോക്കുക. ഇത്രേ പറയാനുള്ളൂ.